റെയിൽവേയുടെ അസിസ്റ്റന്റ് ലോക്കോ പൈലറ്റ് എക്സാം 2024 എഴുതിയ സമയത്ത് പരാജയപ്പെട്ട ആളുകളാണ് നിങ്ങൾ. എന്നാൽ നിങ്ങൾ ഈ വീഡിയോ പൂർണ്ണമായിട്ടും കാണാം. ഏതെങ്കിലും ഒരു പരാജയം സംഭവിച്ചു കഴിഞ്ഞാൽ എല്ലാം കഴിഞ്ഞു, നമ്മുടെ ഇനി അങ്ങോട്ടുള്ള കാലഘട്ടത്തിൽ നമുക്കത് നേടിയെടുക്കാൻ കഴിയില്ല എന്നുള്ള അത്രയും ഡീമോട്ടിവേറ്റഡ് ആയിട്ട് നിൽക്കുന്ന ഒരാളാണെങ്കിൽ നിങ്ങൾ ഈ വീഡിയോ പൂർണ്ണമായിട്ടും കാണണം. കാരണം ഒരു പരാജയം എന്ന് പറയുന്നത് ഒന്നിൻ്റെ അവസാനമല്ല. നേരത്തെ ആരോ പറഞ്ഞതുപോലെ ഏതൊരു പരാജയവും വിജയത്തിൻ്റെ മുന്നോടിയാണ് എന്നുള്ള തിരിച്ചറിവ് നിങ്ങൾക്ക് ഉണ്ടാവണം. അപ്പോൾ കഴിഞ്ഞ ഒരു 4-5 വർഷത്തിനുള്ളിൽ ഒരുപാട് വിദ്യാർത്ഥികളെ മെൻറ്റർ ചെയ്തിട്ടുള്ള ഒരു അധ്യാപകൻ എന്ന നിലയിൽ എനിക്ക് മനസ്സിലാക്കാൻ സാധിച്ചിട്ടുള്ളത് ഓരോ പരീക്ഷകളിലും പല വിദ്യാർത്ഥികളും പരാജയപ്പെടുന്നുണ്ട്. എന്നാൽ ആ പരാജയപ്പെട്ട ആളുകളിൽ ചില ആളുകൾ എന്ത് ചെയ്യുകയാണ്, അവർ വീണ്ടും വരാനിരിക്കുന്ന പരീക്ഷകൾക്ക് വേണ്ടി കൃത്യമായ പ്ലാനിങ്ങോട് കൂടി തയ്യാറെടുക്കുകയാണ്. എന്നാൽ ചുരുക്കം ചില ആളുകൾ എന്ത് ചെയ്യുകയാണ്, ഇത് നമ്മളെ കൊണ്ട് കഴിയില്ല എന്ന് പറഞ്ഞുകൊണ്ട് ഡീമോട്ടിവേറ്റഡ് ആയിട്ട് തിരിച്ചു പോവുകയാണ്. അല്ലെങ്കിൽ ഈ ഒരു ജോലി അല്ലെങ്കിൽ ഈ ഒരു എക്സാം നമ്മളെ കൊണ്ട് കഴിയില്ല എന്നുള്ള രീതിയിൽ ആ ഒരു കോൺഫിഡൻസ് ലൂസ് ആകുന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കും. എന്നാൽ നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ആരാണോ വീണ്ടും ഓടാൻ തയ്യാറാകുന്നത്, ഒരു സിനിമയിൽ പറഞ്ഞ പോലെ തന്നെ പരാജയപ്പെടുന്ന സമയത്ത് വീണ്ടും ഓടുന്ന ആളുകൾക്കാണ് വിജയം നേടിയെടുക്കാൻ സാധിക്കുക എന്നുള്ളത്. അപ്പോൾ 2024 ALP എക്സാമിൽ എന്തെല്ലാം മിസ്റ്റേക്കുകളാണ് നിങ്ങൾക്ക് സംഭവിച്ചിട്ടുള്ളത്, അതെല്ലാം നിങ്ങൾ റെക്ടിഫൈ ചെയ്യാൻ തയ്യാറാണെങ്കിൽ 2025 ALP എക്സാമിൻ്റെ നോട്ടിഫിക്കേഷൻ ഉടൻ വരാൻ പോവുകയാണ്. 2025 നോട്ടിഫിക്കേഷൻ വന്നു കഴിഞ്ഞാൽ ആ എക്സാംസിന് വേണ്ടി തയ്യാറെടുക്കാൻ നിങ്ങൾ തീർച്ചയായിട്ടും പ്രിപ്പയർഡ് ആവണം. അത് ഒരിക്കലും നേരത്തെ കഴിഞ്ഞ തവണ സംഭവിച്ചതുപോലുള്ള ഒരു മിസ്റ്റേക്ക് നിങ്ങളുടെ ഭാഗത്തു നിന്ന് വരാൻ പാടില്ല. ലേൺ ഫ്രം ദ മിസ്റ്റേക്ക് എന്ന് പറയാറുണ്ട്. അതായത് മിസ്റ്റേക്കിൽ നിന്ന് നമ്മൾ പഠിക്കേണ്ട കുറേ കാര്യങ്ങളുണ്ട്. അത് എന്തെല്ലാമാണ്, നമ്മൾ പ്രാക്ടീസിൻ്റെ കുറവാണോ, അല്ലെങ്കിൽ നമ്മളെടുത്ത എഫേർട്ട് കുറവാണോ, നമ്മൾ ഏത് രീതിയിലാണോ നമുക്ക് മിസ്റ്റേക്ക് സംഭവിച്ചത്, അതെല്ലാം നിങ്ങൾ അനലൈസ് ചെയ്ത് മനസ്സിലാക്കിയ ശേഷം വരാനിരിക്കുന്ന ALP എക്സാമിന് നിങ്ങൾ നേടിയെടുക്കാൻ ശ്രമിക്കണം. ഇപ്പോൾ ഈ 2025 വരാൻ പോകുന്ന ALPയിലും അത്യാവശ്യം നല്ല വേക്കൻസിയാണ് വന്നിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾ വിചാരിക്കും ഈ വർഷം വേക്കൻസി കുറവായിരിക്കുമെന്ന്. ഒരിക്കലും അല്ല, വളരെ മികച്ച വേക്കൻസിയിൽ തന്നെയാണ് ഇത്തവണയും RRBയുടെ ALP എക്സാം കണ്ടക്ട് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ അതിന് നേരത്തെ തന്നെ പഠിച്ചു തുടങ്ങുക എന്നുള്ളതാണ്. ഏതൊരു കോമ്പറ്റീറ്റീവ് എക്സാം ആണെങ്കിലും നേരത്തെ പഠിച്ചു തുടങ്ങുന്ന ആളുകൾക്കാണ് വലിയ വിജയങ്ങൾ കരസ്ഥമാക്കാൻ സാധിക്കുക. അപ്പോൾ ഇന്ത്യൻ റെയിൽവേയിൽ ലോക്കോ പൈലറ്റ് എന്ന് പറയുന്നത് വളരെ എക്സ്ക്ലൂസീവ് ആയിട്ടുള്ള ജോബാണ് അല്ലേ. അതായത് നമ്മളിപ്പോൾ പൈലറ്റ് എന്ന് പറയാറുണ്ട്, അല്ലെങ്കിൽ എയർ ട്രാഫിക് കൺട്രോളർ എന്നൊക്കെ പറയുന്നത് പോലെ തന്നെ നമ്മൾ വളരെ പ്രസ്റ്റീജിയസ് ആയിട്ടുള്ള ഒരു ജോബിലേക്കാണ് ലോക്കോ പൈലറ്റ് എന്ന് പറയുന്ന പോസ്റ്റിലേക്ക് നമ്മൾ എത്തുന്നത്. റെയിൽവേയിൽ ലോക്കോ പൈലറ്റ് എന്ന് പറയുന്ന പോസ്റ്റിലേക്ക് ഒരു പക്ഷേ നിങ്ങൾക്ക് പരിചയമുള്ള എത്ര ലോക്കോ പൈലറ്റുമാരുണ്ടാവും? ഒരു പക്ഷേ വളരെ ചുരുങ്ങിയ ആളുകൾ മാത്രമായിരിക്കും ഉണ്ടാവും അല്ലേ. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ വളരെ റെയർ ആയിട്ടുള്ള ഒരു ജോബ് തന്നെയാണ് ലോക്കോ പൈലറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ ആ ഒരു ജോബിലേക്ക് നിങ്ങൾ എത്തണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ നിങ്ങളുടേതായിട്ടുള്ള ആ ഒരു ഡിറ്റർമിനേഷൻ, ആ ഒരു ഡെഡിക്കേഷനെ നിങ്ങൾ കാണിക്കേണ്ടതായിട്ടുണ്ട്. മികച്ച സാലറിയുള്ള നിങ്ങൾ ആഗ്രഹിച്ചൊരു സർക്കാർ ജോലി അല്ലേ. നിങ്ങൾ ഒരുപാട് പേര് എന്ത് ചെയ്തിട്ടുണ്ടാവും, ഡീമോട്ടിവേറ്റ് ചെയ്തിട്ടുണ്ടാവും. നിങ്ങൾ ഒരുപാട് പേര് കളിയാക്കിയിട്ടുണ്ടാവും അല്ലേ. നിങ്ങൾ ഓരോ പരാജയങ്ങളെയും ആസ്വദിക്കുന്ന ആളുകൾ ഒരുപാട് പേരുണ്ട്. എന്നാൽ അവർക്ക് മുന്നിലൂടെ ജയിച്ചു പോകുന്ന സമയത്ത് നമുക്ക് ലഭിക്കാൻ പോകുന്ന ആ ഒരു സാറ്റിസ്ഫാക്ഷൻ എന്ന് പറയുന്നത് അതൊരു പക്ഷേ നിങ്ങൾ നേരിട്ട അപമാനത്തിൻ്റെ 100 മടങ്ങ് നിങ്ങൾക്ക് ഹാപ്പിനെസ് നൽകാൻ പോകുന്ന കാര്യമായിരിക്കും. അത് തന്നെയാണ് നിങ്ങളുടെ ലൈഫിലെ ഒരു ടേണിംഗ് പോയിന്റ് ആയിട്ട് മാറേണ്ടത്. സോ അതിനുവേണ്ടി തയ്യാറെടുക്കാൻ ആഗ്രഹിക്കുന്ന ആളുകളാണെങ്കിൽ ഈ വീഡിയോയുടെ താഴെ ഞാനൊരു ഗൂഗിൾ ഫോം കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതിൽ ഫില്ല് ചെയ്യുക. നമുക്ക് ഒരുമിച്ചിരുന്ന് പഠിച്ചുകൊണ്ട് വലിയ വിജയങ്ങൾ കരസ്ഥമാക്കാം. നിങ്ങളുടേതാവട്ടെ 2025 ഏറ്റവും മികച്ച ഓപ്പർച്യൂണിറ്റി തന്നെയാണ് ഈ എക്സാം എന്ന് പറയുന്നത്. അപ്പോൾ ഇതിനു വേണ്ടി തയ്യാറെടുക്കുന്ന മുഴുവൻ ഉദ്യോഗാർത്ഥികൾക്കും ഈ ഒരു വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക. വിജയിക്കാൻ ആഗ്രഹിക്കുന്ന ആളുകൾ, പരാജയത്തിൽ നിന്ന് ഉൾക്കൊണ്ട് വിജയത്തിലേക്ക് മുന്നേറാൻ തയ്യാറായിട്ടുള്ള ആളുകളാണ് നമുക്ക് വേണ്ടത്. അതിന് തയ്യാറായിട്ടുള്ള ആളുകളുണ്ടെങ്കിൽ, അതേപോലെ തന്നെ ഈ വർഷം പുതുതായിട്ട് ഈ ഒരു എക്സാമിലേക്ക് വരാൻ ആഗ്രഹിക്കുന്ന ആളുകളും താഴെ കൊടുത്തിരിക്കുന്ന ഗൂഗിൾ ഫോം ഫില്ല് ചെയ്യുക. നമുക്ക് ഒരുമിച്ച് കീഴടക്കാം ഈ പരീക്ഷയെ. നല്ല വിജയങ്ങൾ കരസ്ഥമാക്കാം. 2025 നിങ്ങളുടേതാവട്ടെ.